തൊട്ട് പറ, യേശു കർത്താവ് നമ്മുടെ മധ്യ ഉണ്ടെന്ന് പറ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. The book of Ecclesiastes, സഭാപ്രസംഗികന്റെ പുസ്തകം, നാലാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യമാണ്. പക്ഷെ അതിലെ 12ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Ecclesiastes 4th chapter verse 12. ഒരുവൻ ആക്രമിക്കപ്പെട്ടാൽ ഇരുവർക്കും ഒരുമിച്ച് എതിർക്കാം. മുപ്പിരി കയറ് പെട്ടെന്നെങ്ങും പൊട്ടുകയില്ല. Amen. Praise the Lord. അടുത്തേക്ക് നടത്തുക. A threefold cord cannot be easily broken. മലയാളത്തില് മുപ്പിരി കയറ് പെട്ടെന്നെങ്ങും പൊട്ടുകയില്ല. മുപ്പിരി കയറ് പെട്ടെന്നൊന്നും പൊട്ടിയല്ലെന്ന് പറ. Praise the Lord. Amen. സങ്കീർത്തനം 23ന്റെ 5ാം വാക്യം. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അങ്ങ് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശത്രുക്കളുടെ നടുവിൽ അങ്ങ് എനിക്കൊരു വിരുന്നൊരുക്കുന്നു. അവിടുന്ന് എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവിടുന്ന് എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിനടുത്ത് ഒരു സ്തോത്രം ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയുടെ രഹസ്യം എന്നാണ് മെസ്സേജിന്റെ ടൈറ്റിൽ. ദ സീക്രറ്റ് ഓഫ് അവർ സ്ട്രെങ്ത്. ദ സീക്രറ്റ് ഓഫ് അവർ സ്ട്രെങ്ത്. ഈ 2 ദിവസം എത്ര പേര് കർത്താവിൽ ശക്തി പ്രാപിച്ചു? എത്ര പേർക്ക് കഴിഞ്ഞ 2 ദിവസം അനുഗ്രഹമായിരുന്നു? ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് പ്രാപിക്കാത്ത ലെവലില് ദൈവം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കും. ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യധികമായ ശക്തി കൊണ്ട് ദൈവം നിറയ്ക്കും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 11:25 നമുക്കറിയാം. 25 തൊട്ട് 27 വരെ യേശു പറഞ്ഞു, ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും. ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു പേര് തന്നെ പുനരുദ്ധാനം എന്നായിരുന്നു. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നൊക്കെ യേശുവിന്റെ പേരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീവന്റെ അപ്പം ഒക്കെ യേശുവിന്റെ പേരാണ്. ലോകത്തിന്റെ വെളിച്ചം ഞാനാകുന്നു എല്ലാം യേശുവിന്റെ പേരാണ്. എന്നാൽ അതുപോലെ ഒരു പേരായിരുന്നു ഞാനാകുന്നു പുനരുദ്ധാനവും ആ ജീവനും. പ്രൈസ് ദി ലോർഡ്. യേശു തന്നെയാണ്, യേശുവിന്റെ പേര് തന്നെയാണ് പുനരുദ്ധാനം. അതുകൊണ്ട് മരണത്തിന് അവനെ പിടിച്ചു നിർത്തുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആണികൾക്ക് അവനെ തറച്ചു വയ്ക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കല്ലറയ്ക്ക് അവനെ അടച്ചു വയ്ക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. റോമൻ സൈന്യത്തിന് അവനെ തടസ്സപ്പെടുത്തുവാൻ സാധ്യമല്ല. യേശു തന്നെ പുനരുദ്ധാനമാണെങ്കിൽ ഇന്ന് രാത്രിയും അവൻ നമ്മുടെ നടുവിലുണ്ട്. അവന്റെ പുനരുദ്ധാനത്തിന്റെ
ലൂക്ക 20:36 അവർ പുനരുത്ഥാനത്തിന്റെ സന്താനങ്ങളാകിയാൽ. ശ്രദ്ധിച്ചോ, ദൈവസഭയെ നോക്കി പറഞ്ഞ വാക്കാണ്. അവര് പുനരുത്ഥാനത്തിന്റെ സന്തതികളാണെന്ന്. They are children of resurrection. Yay! മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ യേശുവിന്റെ പൈതലാകയാൽ ഞാൻ പുനരുത്ഥാനത്തിന്റെ സന്തതിയാണ്. ഐ ആം എ ചൈൽഡ് ഓഫ് റിസറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ചത്തുകിടക്കാൻ സാധ്യമല്ല, മരണത്തിനെ നിന്നെ ജയിക്കുവാൻ സാധ്യമല്ല, പാപബന്ധനത്തിനെ നിന്നെ തളർത്തുവാൻ സാധ്യമല്ല. നീ പുനരുത്ഥാനത്തിന്റെ സന്തതിയാണ്. Praise God, you are a child of the resurrection. സന്തോഷമുള്ളവർ ഇന്ന് പകൽക്കാരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അടുത്ത് നിൽക്കുന്ന അടുത്ത് പറ, നീ പുനരുത്ഥാനത്തിന്റെ സന്തതിയാണ്. You are a child of resurrection. Praise the Lord. Hallelujah. Praise the Lord. ഏദൻ തോട്ടത്തിൽ പാമ്പ് കൊണ്ടുവന്നത് പാപം, പാമ്പ് കൊണ്ടുവന്നത് മരണം. എന്നാൽ യേശു കുരിശിൽ നേടിത്തന്നത് ജീവൻ. Praise the Lord. And resurrection, പുനരുത്ഥാനം. അവന്റെ പേര് തന്നെ പുനരുത്ഥാനം. Praise the Lord. Hallelujah. അടുത്ത് നിൽക്കുന്ന അടുത്ത് പറ, നീ പുനരുത്ഥാനത്തിന്റെ സന്തതിയാന്ന് പറ. You are a child of resurrection. You are a child of resurrection. You are a child of resurrection. Amen. Praise the Lord. Hallelujah. Glory unto the name of Jesus. പുനരുത്ഥാനത്തിന്റെ സന്തതിയാണെന്ന് പിശാച് നിന്റെ മനസ്സിൽ പറയുന്നത് ഈ പാപിയാണ്, നീ രക്ഷപ്പെടുകയല്ല, നീ തകർന്നു പോകും, ഓട്ടം പൂർത്തീകരിക്കാൻ പറ്റുകയല്ല. എന്നാൽ നിന്റെ അകത്ത് കിടക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവ് നിന്റെ അകത്തുള്ളപ്പോൾ ഇന്ന് പിശാചിന്റെ കള്ളങ്ങൾ പൊട്ടട്ടെ. നീ ഉയർത്തെഴുന്നേൽക്കും, നിന്റെ അകത്ത് ജീവൻ വ്യാപരിക്കും, നീ ജയാളിയായി നിൽക്കും. യേശുവിന്റെ വരവെങ്കിൽ നീ എടുക്കപ്പെടും. ഭൂമിയിലുള്ള ജീവിതത്തിന്റെ അകത്ത് നീ മരിച്ചു ഒതുക്കി കല്ലറയ്ക്കകത്ത് പെട്ടുപോകുകയില്ല. നിന്റെ സ്വപ്നങ്ങളാകട്ടെ, നിന്റെ ബിസിനസ് ആകട്ടെ, നിന്റെ കുടുംബ ജീവിതമാകട്ടെ, അതിന്റെ അകത്തെല്ലാം ഇന്ന് രാത്രി റിസറക്ഷൻ പവർ, റിസറക്ഷൻ പവർ, റിസറക്ഷൻ പവർ, റിസറക്ഷൻ പവർ, റിസറക്ഷൻ പവർ. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, റിസറക്ഷൻ പവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി unto the name of Jesus. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറ, റിസറക്ഷൻ പവർ എൻ്റെ അകത്തുണ്ടെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വാ തുറന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിന്റെ മുഖഭാവം മാറും, നിന്റെ ഇരിപ്പ് മാറും, നിന്റെ കയ്യടിയുടെ രീതി മാറും, നിന്റെ ആരാധന രീതി മാറും, നിന്റെ ശരീരത്തിന്റെ ബലഹീനത മാറും. നിന്റെ രോഗബന്ധനം അഴിയും, നിന്റെ കെട്ടുകൾ പൊട്ടും. ഇന്ന് രാത്രി പുനരുത്ഥാനത്തിന്റെ സന്തതിയാണ്, പുനരുത്ഥാനത്തിന്റെ സന്തതിയാണ്. ഐ ആം എ ചൈൽഡ് ഓഫ് റിസറക്ഷൻ. പ്രൈസ് ഓഫ് ദേവദൂതന്മാരെ പോലെയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രൈസ് ഓഫ് പിശാച് ഒതുക്കാൻ നോക്കിയ സ്ഥലങ്ങളിൽ നീ ജയാളിയായി പുറത്തു വരും. നിന്നെ അടച്ചു വയ്ക്കാൻ നോക്കിയ സ്ഥലങ്ങളിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മനസ്സിലാക്കിയവർ കർത്താവിന് മഹത്വം കൊടുത്തു. ആത്മാവിൽ ആരാധിക്കേണ്ടവർ ഇന്ന് രാത്രി ആരാധിച്ചു. ഏറ്റെടുക്കേണ്ടവർ ഇന്ന് രാത്രി ഏറ്റെടുത്തു. റബാല ഹൈതാന റൈന്ദമാനം ജീവബാബാര മാധുരി ഘടക സമ്പല ജീവാല മാധുരി ഘടക സൽഭാരുഢമന ബൗഡിയാനം. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തമിഴ്നാട്ടിൽ വെച്ച് ഒരു പ്രവാചകൻ പ്രവചിച്ചു. സാധാരണ മനുഷ്യനെ പ്രവചിച്ചിട്ട് പറഞ്ഞു, ദൈവം കേരളത്തിൽ ഒരു ഉണർവഹിക്കുന്നു. കേരളത്തിലെ സഭകളിലും ശുശ്രൂഷകന്മാരുടെയും വിശ്വാസികളുടെ നടുവിൽ ദൈവം ഒരു ഉണർവഹിക്കുകയാണ്. ഗ്രേവിന്റെ അകത്ത്, അതായത് കല്ലറയ്ക്കകത്ത് കിടക്കുന്ന മരിച്ച് തീർന്നെന്ന് വിചാരിച്ചിരിക്കുന്ന ദൈവസഭ അല്ലെങ്കിൽ ദൈവ മക്കൾ, അവരുടെ അകത്ത് ഉയർപ്പിന്റെ ശക്തി വന്നിട്ട് അവരൊരു സൈന്യത്തെ പോലെ എഴുന്നേറ്റ്
ലോക രാജ്യങ്ങളിലെ ദൈവത്തിന്റെ മഹത്വം. ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുത്തോണം. പ്രാപിക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ചോണം. ദൈവം ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിനു വേണ്ടി. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വലിയ വീരപ്രവൃത്തികളാലും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അവസാന നാളെ ഉണർവിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവസഭയെ സംജാലാരാധനം റൈഡഘട്ടം ജാലിഘടകം. കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവർ, കുഴിക്കകത്ത് പെട്ടുപോയവർ, മരിച്ച അവസ്ഥയിൽ ഇരിക്കുന്നവർ ജീവിക്കും. പുനരുത്ഥാനത്തിന്റെ സന്തതികളാണ്. Thank you Jesus. Thank you Lord. റൈദാലാരാജാലാരാധനം ജീവബാരി അന്തന ജീവൽ ഘടകം റൈഡഘട്ടം ജാലിഘടകം റൈദാനാരാം പുതിയ കൃപാവരങ്ങൾ ഇന്ന് രാത്രി ജ്വലിച്ചു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇന്ന് രാത്രി ഇതിന്റെ അകത്തിറങ്ങട്ടെ. നഷ്ടപ്പെട്ട ബലം പ്രാപിക്കട്ടെ. അഭിഷേകത്തിന്റെ പുതുവഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹൈദഘട്ടം ജാലിഘടകം കൽപ്പരാചാരുഠമനഭൗസിയാനം. Oh, we give you glory, Lord. Thank you, Lord. Hallelujah. അടുത്തേക്ക് നാൾക്കാക്കി എടുത്തിട്ട് പറ, ഉണർവിന്റെ ശക്തി നിന്റെ അകത്തോടെ വ്യാപരിക്കുമെന്ന് പറ. പുനരുദ്ധാന സന്തതികളാന്ന് പറ. പുനരുദ്ധാന സന്തതികൾ. Praise the Lord. ഉറങ്ങിയിരിക്കുന്ന, മരിച്ചിരിക്കുന്ന, ചീഞ്ഞിരിക്കുന്ന, നാറ്റം വെച്ച് കുഴിക്കകത്തായിപ്പോയി ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് വിധി എഴുതിയ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ ശക്തി Praise the Lord നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നീ ഒരു സൈന്യമായി യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Amen. The secret of your strength, നിന്റെ ശക്തിയുടെ പുറയിലുള്ളത് വലിയ ബോധ്യങ്ങളാണ്. Praise the Lord. സങ്കീർത്തനം 23:5 മൂന്ന് കാര്യങ്ങൾ അവിടെ പറയാണ്. A threefold cord is hard to be broken. മൂന്ന് കാര്യം. ഒന്ന്, ശത്രുക്കളുടെ നടുവിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന മേശ. രണ്ട്, എന്റെ തല അവൻ അഭിഷേകം ചെയ്യുന്നു. മൂന്ന്, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. Praise the Lord. ദൈവവചനത്തിന്റെ അകത്ത് there are clusters of 2, there are clusters of 3, there are clusters of 4. അതിനെല്ലാം വേദപുസ്തകത്തിന്റെ അകത്ത് ആഴങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. 7 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. എട്ടിന്റെ ഉണ്ട്, 9ന്റെ ഉണ്ട്, 12ന്റെ ഉണ്ട്. 2 ക്ലസ്റ്റേഴ്സിന്റെ അകത്തുള്ളതാണ് ഭാര്യയും ഭർത്താവും.
സ്വർഗവും ഭൂമിയും നൈറ്റ് ആൻഡ് ഡേ, രാത്രിയും പകലും, ആത്മാവും സത്യവും, പഴയതും പുതിയതും, പഴയ നിയമവും പുതിയ നിയമവും, പ്രാർത്ഥനയും ഉപവാസവും, പ്രൈസ് ആൻഡ് വർഷിപ്പ്, ടൈറ്റ്സ് ആൻഡ് ഓഫറിംഗ്സ്, മോശയും എലൈജയും, പ്രൈസ് ഓഫ് ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ്, എലൈഷയും. പുതിയ നിയമത്തിലാണെങ്കിൽ പത്രോസും യോഹന്നാനും. പത്രോസ് വിശ്വാസത്തെ കാണിക്കുന്നു, യോഹന്നാൻ സ്നേഹത്തെ കാണിക്കുന്നു. പത്രോസും യോഹന്നാനും കല്ലറയ്ക്ക് ഓടിയെങ്കിലും യോഹന്നാൻ ആദ്യമേ എത്തിയെന്ന്. വിശ്വാസത്തെക്കാട്ടും സ്നേഹത്തിന് പ്രൈസ് ലോർഡ് മുന്നമേ ഒരു ഓടിയെത്തുന്ന ഒരു രീതിയുണ്ട്. പ്രൈസ് ലോർഡ്. യേശുവിന്റെ കല്ലറയ്ക്കൽ യോഹന്നാൻ ഓടിയെത്തി. പൗലോസും സിലാസും രണ്ടിന്റെ അർത്ഥങ്ങളാണ്. എന്നാൽ മൂന്നുണ്ട്. ക്ലസ്റ്റേഴ്സ് ഓഫ് 3. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. You are triune. Your spirit, soul and body. ആത്മാവും പ്രാണനും ശരീരവും. Praise the Lord. പഴയ നിയമത്തിൽ യോസെഫ് കണ്ട സ്വപ്നം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. സഭയെ കാണിക്കുകയാണത്. സൂര്യൻ അപ്പോസ്തലിക ശുശ്രൂഷയെ കാണിക്കുന്നു. ചന്ദ്രൻ ലീഡർഷിപ്പിനെ കാണിക്കുന്നു. സ്റ്റാർസ് വിശ്വാസി ജീവിതങ്ങളെ കാണിക്കുന്നു. ആമേൻ. ഒരു സഭയ്ക്കകത്താണെങ്കിലും സണ്ണുണ്ട്, അപ്പോസ്തലനുണ്ട്, പിതാവ് ഭവനത്തിന്റെ. the stars, the moon, everything orbits around the sun. ഇത് ആത്മീയമായി മനസ്സിലായാൽ നിനക്ക് വിടുതലാണ് ഇന്ന് രാത്രി. Clusters of 3, it's a metaphor of the church. Praise the Lord. Hallelujah. അപ്പോസ്തലനാണ് ഭവനത്തിന്റെ ദർശനം പറയുന്നത്. Praise the Lord. Praise the Lord. ചന്ദ്രൻ അല്ലേ? ചന്ദ്രൻ പകുതി ചന്ദ്രനുണ്ട്, ഹാഫ് മൂൺ ഉണ്ട്, ക്വാർട്ടർ മൂൺ ഉണ്ട്. ലീഡർഷിപ്പ് ഒക്കെ എങ്ങനെയാണോ ഈ സണ്ണായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് വെളിച്ചം, പ്രകാശം. ചിലവരൊക്കെ പകുതി വെളിച്ചത്തിരിക്കുക. 15 കൊല്ലം മുമ്പേ പാസ്റ്ററോട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പ്രൈസ് ലോർഡ്. അന്ന് കേട്ട ദൂതുണ്ട്, ആ പകുതി വെളിച്ചത്തിരിക്കുക. എന്നാൽ പ്രൈസ് ലോർഡ്, കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുക, സഭയെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ലോക രാജ്യങ്ങൾ ദൈവം സഭയ്ക്ക് വേണ്ടി തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലെ വെളിപാടിലും നീ പ്രാപിച്ച ശക്തിയിലും ഇരിക്കാതെ പുതിയതായിട്ട് വല്ലതും പ്രാപിക്കണമെങ്കിൽ ഇന്ന് രാത്രി തുറന്ന മനസ്സോടെ ഇരുന്നാൽ ഇന്ന് രാത്രിയും ദൈവത്തിന്റെ വെളിച്ചം നിന്റെ അകത്തിറങ്ങും. Praise the Lord. Clusters of 3 ഉണ്ട്. പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും. പഴയ നിയമത്തിലെ ടാബർനാക്കിൾ, ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ്, അതിപരിശുദ്ധ സ്ഥലം. 3. പഴയ നിയമത്തിലെ ഫീസ്റ്റിന്റെ അകത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് 3 പാസ് ഓവർ, പെന്തിക്കോസ്റ്റ്, ടാബർനാക്കിൾ. പുതിയ നിയമത്തിൽ നിങ്ങൾ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ 30, 60, 100 അല്ലേ? അഗൈൻ ക്ലസ്റ്റർ ഓഫ് 3 ആണ്. നിന്റെ രക്ഷയാണെങ്കിലോ യേശുവിന്റെ മരണത്തിൽ വിശ്വസിക്കണം, അവൻ അടക്കപ്പെട്ടെന്ന് വിശ്വസിക്കണം, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കണം. ക്ലസ്റ്റർ ഓഫ് 3. അതാണ് സ്നാനം. നീ യേശുവിനോട് ചേരാൻ വേണ്ടി അവന്റെ മരണത്തോട്, അവന്റെ ബറിയലിനോട്, അവന്റെ ഉയർപ്പിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. അടുത്ത ഞായറാഴ്ച നമുക്ക് സ്നാന ശുശ്രൂഷയുമുണ്ട്. ഇതുവരെയായിട്ട് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാണ് യേശുവിനോട് ചേരുവാൻ. ആരാധനയ്ക്കകത്തുണ്ട് സാംസ്, ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്. ക്ലസ്റ്റർ ഓഫ് 3. Acts 17 അകത്ത് പൗലോസ് പറഞ്ഞു, in him we live and move and have our being. ദൈവത്തിന്റെ ആത്മാവ് ഇന്നലെ രാത്രി എന്നെ കാണിച്ചു. ചിലവരെയൊക്കെ പരിശുദ്ധാത്മാവ് ഈ ഒരു ഡയമെൻഷന്റെ അകത്തോട്ട് കയറ്റാൻ പോകുകയാണ്. You live and move and have your being in the Holy Ghost.
Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. യേശുവിനെ കുറിച്ച് പറയുന്നത് he is the same yesterday, today and forever. കഴിഞ്ഞ നാളുകളിൽ അവൻ അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകലും he is a God of the now. ഇന്ന് പകലും ഇന്ന് രാത്രിയും നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ കണ്ണീരൊപ്പുവാൻ, നിന്റെ ബന്ധനത്തെ അഴിക്കുവാൻ, നിന്റെ അകത്ത് പുതുജീവനെ തരുവാൻ അവൻ വിശ്വസ്തനാണ്. He is the same yesterday, today and forever. Cluster of three. എബ്രഹാമും ഐസക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, മോശയും ആരോനും മിറിയമും ലീഡർഷിപ്പിന്റെ അകത്ത്. അതുപോലെ മൂന്നെണ്ണമാണ് സങ്കീർത്തനം 23:5 അകത്ത്. നിനക്ക് നിന്റെ ശത്രുക്കളുടെ നടുവിൽ ഞാൻ മേശ ഒരുക്കും. വാ തുറന്ന് പറ, എനിക്ക് ദൈവം ഒരു മേശ ഒരുക്കുന്നുണ്ടെന്ന് പറ. Praise the Lord. Hallelujah. Amen. Amen. എന്റെ തലയെ അവൻ അഭിഷേകം ചെയ്തു. എന്റെ പാനപാത്രമാകട്ടെ കവിഞ്ഞൊഴുകുന്നു. ദൈവസഭയ്ക്ക് ശക്തിയിൽ നടക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന 3 കാര്യങ്ങളാണ്. നിനക്ക് വേണ്ടി ഒരു മേശയുണ്ട്. ഇന്ന് രാത്രിയും ആ മേശ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അവന്റെ മരണത്തിലുള്ള എല്ലാ ബെനിഫിറ്റും ഈ മേശയിൽ നിന്നും ഇന്ന് പ്രാപിക്കാം. വിശ്വാസത്തോടെ ഈ മേശയുടെ മുന്നിൽ വന്നാൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ അകത്ത് ജീവന്റെ അപ്പമാകുന്ന യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങും. Praise the Lord. Praise the Lord. Hallelujah. Amen. 1 Corinthians 10:21 1 Corinthians 10:21. പെട്ടെന്ന് വായിക്കുമോനെ. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്നും അതോടൊപ്പം ഭൂതങ്ങളുടെ പാനപാത്രത്തിൽ നിന്നും കുടിക്കുവാൻ സാധ്യമല്ല. കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും നിങ്ങൾക്ക് പങ്കുണ്ടായിരിക്കാൻ പാടില്ല. You cannot be partakers of the Lord's table and the table of devils. അപ്പം ദൈവ മക്കൾക്ക് വേണ്ടി ഒരു മേശയുണ്ട്, പിശാചുക്കൾക്ക് വേണ്ടിയും ഒരു മേശയുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മേശയുടെ മുന്നാകെയാണ്. യെസീബലിനും ഉണ്ടായിരുന്ന ഒരു മേശ, പഴയ നിയമത്തിൽ യെസീബലിനും ഉണ്ടായിരുന്ന ഒരു മേശ. പ്രവാചകന്മാരെ എങ്ങനെ കൊല്ലാം, എങ്ങനെ ഒതുക്കാം, എന്നെ തകർക്കാം എന്നോർത്ത് പുള്ളിക്കാരത്തിൽ കൂടിയ ഒരു മേശ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പ്രവാചകന്മാരെ കൊല്ലുകയല്ല, അഭിഷക്തന്മാരെ തൊടുകയല്ല, അവരുടെ പേര് ചീത്തയാക്കുകയല്ല. ദൈവ മക്കളെ പണിയുന്ന, ദൈവസഭയെ പണിയുന്ന, ദൈവ മക്കൾക്ക് വേണ്ടി ജീവൻ പകരുന്ന ഒരു മേശയുണ്ട്. യേശുവിന്റെ മരണവും ഉയർപ്പും വിളിച്ചു പറയുന്ന ഒരു മേശയുണ്ട്. ശത്രുക്കളുടെ നടുവിൽ യേശു പറഞ്ഞു, ഞാൻ നിനക്കൊരു മേശ ഒരുക്കും. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ശിഷ്യന്മാരും ഒരുവനും റോമൻ പടയാളികളും പുരോഹിതന്മാരും വരുന്ന സമയത്ത് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരായിട്ട് ഒരു മേശയുടെ മുന്നാകിയിരിക്കുകയാണ്. അപ്പം എടുത്തു പറഞ്ഞു, ഇതെന്റെ ശരീരം, ഇത് ഭക്ഷിക്കുന്നവനെ ഏവനും ജീവിക്കും. ഇത് പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തം. ശ്രദ്ധിച്ചോ? It's an everlasting covenant. പുതിയ ഉടമ്പടി. Any time when you recognize the enemy is after you, wanting to destroy you, come to the table. നിന്നെ നശിപ്പിക്കുവാൻ, കൊല്ലുവാൻ, രോഗമിട്ടായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, തകർക്കാൻ നോക്കുമ്പോൾ നീ വരേണ്ട ഒരു മേശയുണ്ട്, യേശുവിന്റെ തിരുമേശ. അതിന്റെ മുന്നാകെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ രോഗങ്ങൾ അഴിഞ്ഞു മാറും. നിന്റെ സൗഖ്യം ഈ മേശയിൽ നിന്നും നിനക്ക് റിലീസ് ആയി കിട്ടും. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളത്തിൽ തരും. Praise the Lord.
Praise the Lord. സാറഫത്തിലെ വിധവ ഒരു മേശ ഒരുക്കി പ്രവാചകന്. അതുകൊണ്ട് ഈ ഫാമിൻ ടൈമിൽ മൊത്തം അവൾക്കൊരു കുറവില്ല. നിനക്ക് തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർത്തോണം കർത്താവിൽ നിന്നും, അല്ലാതെ നല്ലപോലെ തിന്നുന്നവരാ. ചിലവരൊക്കെ ഉച്ചയായപ്പോഴേ ഉപവാസം നിർത്തി. കർത്താവിന്റെ ഭക്ഷണം, വചനം, ദൈവ സാന്നിധ്യം ഭക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്നെ പിശാചിന് തകർക്കുവാൻ സാധ്യം അല്ല. ആ രോഗത്തിന് നിന്നെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. പൈശാചിക ശക്തികൾക്ക് നിന്നെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. Glory, hallelujah, blessed be the name of the Lord. ദൈവമക്കൾ ശക്തി പ്രാപിക്കുന്ന സ്ഥലമാണ് മേശ. മരുഭൂമിയിൽ ദൈവം അവർക്ക് മരുഭൂമിയിൽ മേശ ഒരുക്കി. സങ്കീർത്തനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അവരുടെ എതിരെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിലും ആർക്കും അവരെ തൊടുവാൻ സാധിച്ചില്ല. ശത്രുക്കളുടെ നടുവിൽ ദൈവം മേശ ഒരുക്കി. ബാലാം പ്രവാചകൻ ശപിക്കാൻ വേണ്ടി മലയുടെ മോളിൽ കയറി നോക്കിയപ്പോൾ കാണുന്നത് മേശയാണ്. ഇസ്രായേലിനെതിരെ ഒരു ശാപവും ഫലിക്കയില്ല. No definition of witchcraft. നിന്റെ എതിരെ ഒരു മന്ത്രത്തിനും ജയിക്കുവാൻ സാധ്യമല്ല. മനസ്സിലായവ സ്തോത്രം ചെയ്താട്ടെ. Glory unto the name of Jesus. The table of the Lord. സങ്കീർത്തനം 34:8 പറയുന്നു, ടേസ്റ്റ് ആൻഡ് സീ. അപ്പൊ രുചിക്കാൻ പറ്റുന്നുണ്ടോ? അതൊരു മേശയാ. Taste and see. കർത്താവേ, അതാ ഇന്ന് പാട്ട് പാടിയത്. Lord, I need you more than yesterday. എന്നെ രുചിക്കണം. രണ്ട് സാമുവേൽ 9-ാം അധ്യായത്തിൽ ദാവീദ് ചോദിക്കുവാണ്, സൗളിന്റെ ഗോത്രത്തിൽ ഞാൻ ആ ഒരുത്തനോട് കരുണ കാണിക്കാൻ ആരുണ്ട്? മീഫീബോശത്ത് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവനെ എന്തോ ചെയ്യണം. അവനെ അവന്റെ നോക്കിക്കൊണ്ടിരുന്ന നാനി കുഞ്ഞായിരുന്നപ്പം താഴോട്ട് ഡ്രോപ്പ് ചെയ്തു. അവന്റെ കാല് തളർന്നു പോയത്. He was lame in both his legs. ദാവീദ് പറഞ്ഞു, അവനെ വിളിച്ചോണ്ട് എന്റെ മേശയുടെ അങ്ങോട്ട് കൊണ്ടുപോവാ. Praise the Lord. മീഫീബോശത്ത് സൗളിന്റെ കൊച്ചുമോൻ എവിടെയുണ്ട്? ലോദിബാർ. That means no communication, no word. അതാ വാക്കിന്റെ അർത്ഥം. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരു വാക്യത്തോട്ട് വരാത്ത സ്ഥലം, ശൂന്യമായ സ്ഥലത്തിരിക്കുവാണ്. അവനെ വിളിച്ചോണ്ട് വാ. അവനെ വിളിച്ച് ദാവീദ് പറയാണ്, മേശയിൽ കൊണ്ടുവാ. രാജാവിന്റെ മേശയുടെ അവിടെ കൊണ്ടുവാ. അവനെ നോക്കേണ്ടവർ നോക്കിയിട്ടില്ല. അവന്റെ കാല് തളർന്നുപോയി. അവനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന് ബലഹീനതയുണ്ട്. എന്നാൽ ഈ മേശയുടെ മുന്നാകെ വന്നിട്ടുണ്ടെങ്കിൽ സമർത്ഥന്മാരുടെ ഒപ്പം അവൻ ഇരിക്കാം. ദൈവത്തിന്റെ ഇന്ന് രാത്രിയും നിന്റെ ബലഹീനതയിൽ വരാൻ പറ്റുന്ന സ്ഥലമാണ് യേശുവിന്റെ മേശ. Praise the Lord. Praise the Lord. അടുത്തേക്ക് നടന്നു പറ, നമ്മുടെ മേശയുടെ മുന്നാലെ വന്നാക്കുന്നു പറ. യേശുവിനെ രുചിക്കണമെന്ന് പറ. Praise the Lord. Amen. യേശുവിനെ. Are you with me tonight? എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് രാത്രി? Praise the Lord. മേശയുടെ മുന്നേ വാ.
എന്നിട്ട് പറയാണ്, അവൻ എന്റെ തലയെ അഭിഷേകം ചെയ്യുന്നു. ആമേൻ. എന്റെ തല, വാ തുറന്ന് പറ, എന്റെ തല കർത്താവേ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യണമെന്ന് പറ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ എണ്ണ ഇറങ്ങിയാൽ നിന്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. നിന്റെ ശാപ്പാടിന്റെ കാര്യം നീ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, നിന്റെ കടബാധ്യത എങ്ങനെ മാറുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. നിന്റെ തലയിൽ ഇന്ന് രാത്രി എണ്ണ ഇറങ്ങിയാൽ നിന്റെ പാനപാത്രത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും. നിന്റെ നിന്റെ പാനപാത്രത്തിൽ നിന്റെ ആവശ്യങ്ങളുടെ അകത്ത് ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകും. ഇന്ന് രാത്രി പറ, എന്റെ തലയെ അഭിഷേകം ചെയ്യണമേ. Praise the Lord. Praise the Lord. Glory unto the name of Jesus. Lift your hand and say, Lord, anoint my head with fresh oil. Fresh oil. Fresh oil. Fresh oil. Fresh oil. ചില സമയത്ത് നിന്റെ മനസ്സിനെ ഞെരുക്കുന്ന പോലത്തെ അവസ്ഥകൾ വരും. ഗെത്സെമനെ തോട്ടത്തിൽ ഈ ഓയിൽ പ്രസ്സ, ഓയിൽ ഒലിവ് ഗാർഡന, that word means olive press. അവിടെ യേശു വളരെ മാനസികമായ ഞെരുക്കത്തിന്റെ അകത്ത് ചോര വേർത്തു പറഞ്ഞു, പിതാവേ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ. It was like a giant olive being squeezed. നിന്റെ പിതാവിന്റെ കയ്യിലേക്ക് നിന്നെ കൊടുത്തിട്ട്, ദൈവമേ എന്റെ അകത്ത് ഒത്തിരി പ്രയാസങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ കർത്താവേ, അങ്ങയുടെ കയ്യിലേക്ക് സമർപ്പിക്കുവെന്ന ഞെരുക്കത്തിന്റെ അകത്തു പറഞ്ഞാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, നിന്റെ കുടുംബജീവിതത്തിന്റെ വിഷയമായിരിക്കാം, നിന്റെ ബിസിനസിന്റെ വിഷയമായിരിക്കാം, നിന്റെ ആത്മീയ ലൈഫിന്റെ വിഷയമായിരിക്കാം, മുട്ടുമടക്കി പ്രാർത്ഥനയോടെ, if you allow hallelujah yourself to be squeezed in the hands of God, അതിൽ നിന്നും റിലീസ്ഡ് ആകുന്ന ഒരു എണ്ണയുണ്ട്. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Glory unto the name of Jesus. Are you still with me tonight? Are you still with me tonight? Amen. ദൈവ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മേശയുണ്ട്, തലയെ അഭിഷേകം ചെയ്യുന്ന അവസ്ഥ. പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. പാനപാത്രം, പാത്രം കവിഞ്ഞൊഴുകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് രാത്രി നീ അത് പ്രാപിക്കും. നെഹേമ്യയുടെ പുസ്തകത്തിൽ നെഹേമ്യയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കപ്പേ ഉള്ളൂ, ഒരു പാനപാത്രമേ ഉള്ളൂ വിളിക്കേണ്ട കയ്യില്. ആർക്കിടെക്റ്റ് അല്ല, എഞ്ചിനീയർ അല്ല, മതില് പണിയുന്നതിന്റെ ABCD അറിയത്തില്ല, എന്നാൽ രാജാവിന്റെ മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു പാനപാത്രമുണ്ട്. ആ പാത്രം ഇന്ന് നീ രാജാവിന്റെ മുന്നിൽ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ, യെരൂശലേമിന്റെ മതിൽ പണിയാൻ ദൈവം നെഹേമ്യനെ ഉപയോഗിച്ചതുപോലെ നിന്റെ കഴിവിനും അപ്പുറമായിട്ട് ദൈവരാജ്യത്തെ പണിയുവാൻ, ദൈവസഭയെ പണിയുവാൻ ദൈവം നിന്നെ കയ്യിലെടുക്കും. മനസ്സിലായ ദൈവമക്കൾ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Praise the Lord. Hallelujah. ഒരു പാന മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കൊല്ലങ്ങൾ മുമ്പേ കർത്താവിനെ വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, കുഴപ്പങ്ങളും കുറവുകളും മാത്രമേ ഉള്ളൂ. എന്നാൽ എവിടെയോ ഒരു അടിത്തട്ടിൽ യേശുവിന്റെ സ്നേഹമുണ്ട്, അത്രേ ഉള്ളൂ. ഒരു പാനപാത്രമുണ്ട്, അത് കർത്താവിന്റെ കൈ കൊടുത്തിട്ട്, കർത്താവേ ഇത് നിറച്ച, ഞാൻ BCom പോലും പാസ്സായിട്ടില്ല, കഴിവില്ല, പ്രാപ്തനല്ല, ബലഹീനനായ മനുഷ്യനാണ്, എന്നാൽ എന്തെങ്കിലും അങ്ങേക്ക് വേണ്ടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്.
ദൈവമേ എന്റെ ഈ പാനപാത്രം അങ്ങൊന്ന് നിറയ്ക്കണം. ഇന്ന് രാത്രി അതുപോലെ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ നീ എഞ്ചിനീയർ ആയിരിക്കുകയില്ല, ബിൽഡർ ആയിരിക്കുകയില്ല, പ്രാപ്തി കാണുകയില്ല. എന്നാൽ താഴ്മയോടെ നിന്റെ പാനപാത്രം രാജാവിന്റെ മുന്നിൽ ഉയർത്തിയാൽ, അവൻ അത് നിറച്ചു തന്നാൽ, നീ വിചാരിക്കുന്നതിനും അപ്പുറമായിട്ട് ചിലത് പണിയുവാൻ, ചില കുടുംബങ്ങളെ പണിയുവാൻ, ചില ബിസിനസ്സുകളെ പണിയുവാൻ, ചില ദേശങ്ങളെ പണിയുവാൻ, ഹല്ലേലൂയ, ചില മിനിസ്ട്രികളെ പണിയുവാൻ ദൈവം നിന്നെ നിറയ്ക്കും. മനസ്സിലായവർ ഇന്ന് കരങ്ങളെ അരച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്ട്, ദൈവമേ എന്റെ പാനപാത്രത്തെ It's a cup of prayer. It's a cup of worship. രക്ഷയുടെ പാനപാത്രം സ്തോത്രത്തിന്റെ പാനപാത്രമാണ്, പ്രാർത്ഥനയുടെ പാനപാത്രമാണ്. ചിലവരകത്ത് ദൈവം ഒരു കൃപ തരുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ. ഇന്നല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ ആയുഷ്കാലം മുഴുവനും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, പ്രൈസ് ദി ലോർഡ്, അതിൽ വെളുപ്പിനെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ച് ബലം പ്രാപിച്ച് നിന്റെ പാനപാത്രത്തെ നിറയ്ക്കുവാൻ അവൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ തകർക്കുവാൻ വരുന്ന ശക്തികൾക്ക് നിന്നെ ജയിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് രാത്രി മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വീഞ്ഞൊഴിക്കുന്നതായി പാനപാത്രം. യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം എന്താണ്? വെള്ളത്തെ ആ ഒരു വാക്യം എടുത്താണ് തോമസ് ലിയ കേരളത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാ പറയുന്നത്. വെള്ളത്തെ വീഞ്ഞാക്കി മലയാളികളൊക്കെ സ്നാനപ്പെടാൻ റെഡിയായി. കർത്താവിന്റെ സന്നിധിയിലുള്ള സന്തോഷത്തെ വീഞ്ഞ് കാണിക്കുന്നത്. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അവിടെയുള്ളവര് പറഞ്ഞു, സാധാരണ ആദ്യമേ നല്ല വീഞ്ഞ് തരും, പിന്നെ മോശമായത്. ഇതെന്തുവാണ്? ആദ്യമേ ഉള്ളത് കുടിച്ചത് കുഴപ്പമില്ലായിരുന്നു, എന്നാൽ രണ്ടാമത് വന്നതല്ലോ അതിലും ശ്രേഷ്ഠം. എല്ലാത്തിൻ്റെതും ആദ്യത്തിന് ഒരു പ്രത്യേക ഒരു മെൻഷൻ ഉണ്ട് ബൈബിളില്. ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കുക. ആദ്യ മകൻ, എക്സലൻസി ഓഫ് യുവർ സ്ട്രെങ്ത് ദൈവത്തിന് കൊടുക്കുക. ഒരു ഭൂമിയിൽ കൃഷി ചെയ്യുവാണെങ്കിൽ അതിൽ ആദ്യത്തെ ഫലമായിരിക്കും ഏറ്റവും മെച്ചം എന്ന് എപ്പോഴും പറയുന്നത്. ദ ബെസ്റ്റ്. ഒരു കുടുംബജീവിതത്തിന്റെ ആദ്യ ദിവസങ്ങളാണ് സാറിന് എല്ലാവർക്കും വലിയ സന്തോഷം. പിന്നെ അതിന്റെ ആ വീര്യം, അതിന്റെ രുചി, അതിന്റെ സന്തോഷം എല്ലാം പയ്യെ പയ്യെ പോവും. പണ്ടൊരു അച്ചായൻ ഭാര്യ മരിച്ചപ്പത്തേന് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പം പുള്ളിക്കാരൻ മൈക്കെടുത്തിട്ട് പറഞ്ഞു, അവള് ദൈവം സ്വസ്ഥതയിലേക്ക് വിളിച്ചു, എനിക്കും ദൈവം സ്വസ്ഥത തന്നു. ആദ്യ സന്തോഷം പോയി കഴിയുമ്പോൾ എല്ലാത്തിലും ആദ്യമേ ഉള്ള ഒരു നമ്മുടെ പ്രാർത്ഥന ജീവിതമൊക്കെ ഉണ്ടല്ലോ, ആദ്യ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമല്ലേ? തീഷ്ണത, സ്നേഹം. എന്നാൽ ആഫ്റ്റർ സം ടൈം വാട്ട് ഈസ് കോൾഡ് നാച്ചുറൽ ഡീഗ്രഡേഷൻ. ആദ്യം ഏദൻ തോട്ടത്തിൽ ആദം ഉണ്ടായിരുന്നപ്പം 938 years, പിന്നെ താന്ന് വന്നു. നോഹയുടെ കാലം ഇപ്പൊ 120. ഇപ്പൊ മനുഷ്യരൊക്കെ ചടയെന്ന് പോവുക. നീ വിശ്വാസിയാണെങ്കിൽ മിനിമം 120. ദൈവം വാഗ്ദത്തം തന്നിട്ടുള്ളതാ, ഏറ്റുപിടിച്ചു.
നമ്മളൊക്കെ സാറ് നാടൻ ഭാഷയെ പറയുന്ന പണ്ടത്തെ അച്ചായന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്ത് ബല വരുന്നത്. പക്ഷെ ആദ്യമേ ഉണ്ടായിരുന്നു പണ്ടത്തെ നേരത്തെ. എബ്രഹാം, ഐസക്ക്, യാക്കോബ്, അത് കഴിഞ്ഞ് ഇസ്രായേലായി കഴിഞ്ഞപ്പം പിന്നെ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങി. ആദ്യത്തെ പ്രവാചകന്മാർ മോശ, എലൈഷ ക്വാളിറ്റി, പിന്നെ താവോട്ട് ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞു വന്നു. മലാക്കിയുടെ കാലം കഴിഞ്ഞപ്പോ പിന്നെ ഒറ്റ പ്രവാചക ശബ്ദം പോലും ഇല്ല 400 കൊല്ലം. രാജാക്കന്മാർ ദാവീദ്, സോളമൻ, പിന്നെ ക്വാളിറ്റി താവോട്ട് പോയി. അതേ വംശാവലിക്കകത്തുള്ളതാണ് യേശുവിന്റെ അപ്പൻ യോസഫ്. എന്നാൽ രാജാവിന്റെ ക്വാളിറ്റി മാറിയിട്ട് ആശാരിപ്പണിക്ക് പോയേക്കുക. ഉരുളി എന്നല്ല പറയുന്നത് അല്ലേ ആശാരി ഉപയോഗിക്കുന്നത്, ഹാമറും അത് തന്നെ ആ സാധനം തന്നെ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ എടുത്തോണ്ട് നടക്കും. പക്ഷെ ക്വാളിറ്റി കുറഞ്ഞു. എന്നാൽ ആദ്യത്തെ അത്ഭുതം യേശു ചെയ്തപ്പോ പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ അകത്ത് രീതി വേറെയാണ്. ആദ്യം ഒരു ക്വാളിറ്റിയൊക്കെ കാണും, എന്നാൽ അതല്ല ഞാൻ രണ്ടാമത് ചെയ്യാൻ. ആദ്യം ഒരു ലഹരിയൊക്കെ കാണും, എന്നാൽ രണ്ടാമത് തരുന്ന ഒരു ലഹരിയുണ്ട്. Praise the Lord, we are into that. Hallelujah. ആദ്യത്തെ ക്വാളിറ്റി നഷ്ടപ്പെട്ട ചിലവർ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. നിന്റെ പാനപാത്രത്തിൽ വീഞ്ഞു തരുവാൻ ആദ്യ ക്വാളിറ്റി നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെടണ്ട. രണ്ടാമത് ദൈവം തരാൻ പോകുന്നത് പ്രാപിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ചോദിച്ചോ, ദൈവമേ പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്, പ്രൈസ് കഴിഞ്ഞ നാളത്തെ ക്വാളിറ്റി അല്ല, പ്രൈസ് ദി ലോർഡ് രണ്ടാമത് അങ്ങ് തരാൻ പോകുന്ന ക്വാളിറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദൈവം തരുന്നത് എങ്ങനെയാണ്? എസ്തറിന്റെ പുസ്തകം 1:7 The book of Esther 1:7. വിവിധ ആകൃതിയിലുള്ള പൊൻചഷകങ്ങളിലാണ് വീഞ്ഞ് വിളമ്പിയത്. രാജകീയ വീഞ്ഞ് ധാരാളം ഉണ്ടായിരുന്നു. രാജകീയ വീഞ്ഞ് എന്തോരുണ്ടായിരുന്നു? ധാരാളം ഉണ്ടായിരുന്നു. രാജകീയ വീഞ്ഞ് തുറന്ന് വരാ എന്തോരുണ്ടായിരുന്നു? ധാരാളമായി ഉണ്ടായിരുന്നു. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ആണെങ്കിലും ആദ്യമേ ഭയങ്കര നല്ല ബന്ധമല്ലേ, കൊല്ലങ്ങൾ കഴിയുമ്പോഴോ ക്വാളിറ്റി പോയി. പ്രാർത്ഥന ജീവിതമാണെങ്കിലോ ആദ്യമേ ക്വാളിറ്റി, പിന്നെ വീര്യം പോയി, എന്റെ പൊട്ടൻസി പോയി, എന്റെ ലഹരി പോയി. എന്നാൽ യേശു ദൈവസഭയെ പണിയുമ്പോൾ പറയുകയാണ്, നിന്നെ ശക്തീകരിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പാനപാത്രം. അത് ഇച്ചിരി നിറയ്ക്കൂന്നല്ല, കവിഞ്ഞൊഴുകും. രാജാവിന്റെ വീഞ്ഞ് രാജാവ് കൊടുക്കുന്നത് സമൃദ്ധിയായി, അബൻഡന്റ്ലി. Praise the Lord. Praise the Lord. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ആദ്യത്തെ ക്വാളിറ്റി പോയെങ്കിൽ ദൈവം പറയുകയാണ്, നിന്റെ പാനപാത്രം പ്രൈസ് ദി ലോർഡ് ഏൽപ്പിച്ചു കൊടുക്ക. വീണ്ടും ഹൈ ക്വാളിറ്റി ലഹരിയുള്ള വീഞ്ഞ് ദൈവം ഒഴിക്കുവാൻ വിശ്വസ്തനത്രേ. Praise the Lord. അടുത്തേക്ക് ക്വാളിറ്റി സാധനം വരുന്നുണ്ടെന്ന് പറ. ക്വാളിറ്റി സാധനം വരുന്നുണ്ടെന്ന് പറ. Praise the Lord. ക്വാളിറ്റി സാധനം വരുന്നുണ്ട്. Amen. ക്വാളിറ്റി 2-3 പേരത്ത് പറ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന പറ, ക്വാളിറ്റി സാധനം ദൈവം തരുന്നുണ്ട്. മനസ്സ് മടുക്കണ്ട. ക്വാളിറ്റി പോയി, ലഹരി പോയി, വീര്യം പോയെന്നൊക്കെ ഓർത്തിരിക്കണ്ട. ക്വാളിറ്റി സാധനം, ക്വാളിറ്റി ഉള്ള വീഞ്ഞ് സമൃദ്ധിയായിട്ട് നിന്റെ പാനപാത്രത്തിൽ തരുവാൻ സ്വർഗസ്ഥനായ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ പാനപാത്രം നീ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവസന്നിധിയിൽ ഉയർത്താൻ റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ലഹരി തിരിച്ചു തരുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Amen. ദൈവം ആരോടോ പറയുന്നു,
നഷ്ടപ്പെട്ടതിന് ഓർത്ത് സങ്കടപ്പെടണ്ട. ക്വാളിറ്റി ഉള്ള സാധനം അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഞാൻ ചെയ്തതിലും ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഞാൻ ചെയ്തതിലും അപ്പുറം, അതായത് ക്വാളിറ്റി, ഞാൻ ചെയ്തതിനും അപ്പുറമായി ലഹരി കൂടിയ വീര്യമുള്ള I receive it in the name of Jesus. ഞാൻ ഏറ്റെടുക്കും. Thank you, Lord. Praise the Lord. Hallelujah. Amen. അതുകൊണ്ടാണ് ശുശ്രൂഷകളെ നോക്കി, യേശു ചെയ്ത ശുശ്രൂഷകളുണ്ട്. അതിന് ലഹരി കൂടിയ ശുശ്രൂഷകൾ ദൈവത്തിന്റെ മക്കൾ, ഉയർപ്പിന്റെ മക്കൾ ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ബോംബെ ആഫ്രിക്കൻ കോണ്ടിനെ മൊത്തം കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓർത്ത് നോക്കി. ക്വാളിറ്റി എന്താ, വീര്യം എന്താ. Amen. Praise the Lord. മാൽഡനാഡോ എന്ന് പറഞ്ഞ ദൈവദാസന്റെ സാക്ഷി ഞാൻ കേൾക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്കാരന്റെ കൂടെയുള്ള പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്തോ മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. ചവറ് കണക്കിനാ സാക്ഷ്യങ്ങള്. ആഫ്രിക്ക ഉള്ള സ്ഥലത്ത്, പല സ്ഥലത്ത് വിളിക്കാൻ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുക. ഈ വീഞ്ഞ് കുടിച്ചാൽ, ഫിലിപ്പോസ് കുടിച്ചു കഴിഞ്ഞപ്പോ സമറിയ പട്ടണം മൊത്തം അതിന്റെ ലഹരിയിലായി. കൊച്ചി പട്ടണത്തെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ദൈവസഭ കുടിച്ചാൽ, നിന്റെ പാനപാത്രം നിറഞ്ഞു കുടിച്ചാൽ, നിന്റെ ഉള്ളം നിറഞ്ഞ നീ വീഞ്ഞു കുടിച്ചാൽ, ഈ ലഹരി കുടിച്ചാൽ, കൊച്ചി പട്ടണത്തിലെ പിശാചുകളെ പുറത്താക്കുവാൻ, ഈ കൊച്ചി പട്ടണത്തെ മൊത്തം സന്തോഷിപ്പിക്കുവാൻ, യേശുവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു അഭിഷേകം ദൈവം ഇന്ന് കൈമാറും. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. You shall receive power when the Holy Spirit of God comes upon you. And Jesus said, you shall be my witness. ശ്രദ്ധിച്ചോ? ഒരു വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടു കാണണം ഒരു കാര്യം. അതാ വിറ്റ്നസ്, സാക്ഷി. സാക്ഷി എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടു കാണണം. അതാ സാക്ഷി. നമ്മൾ ആരും 2019 കണ്ടിട്ടില്ല യേശുവിനെ അങ്ങനെ. പക്ഷെ കണ്ട ഒരുവനുണ്ട്, പരിശുദ്ധാത്മാവ്. അവന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുമ്പോൾ you shall be a witness. നീ കണ്ടതുപോലെയാകും. Praise the Lord. Hallelujah. വേദപുസ്തകത്തിന്റെ അകത്തെ പേജുകൾ ജീവനോടെ നിനക്ക് വെളിപ്പെട്ടു വരും. കഴിഞ്ഞ നാളുകൾ praise the Lord. Hallelujah. Glory. You shall be a witness when the Holy Ghost comes upon you. Praise the Lord. Praise the Lord. പൗലോസ് കണ്ടിട്ടുണ്ടോ? ദമാസ്കസിന് പോകുന്ന വഴിക്ക് വെളിച്ചമൊക്കെ അടിച്ചു, ഇത്രേ ഉള്ളൂ. പക്ഷെ എന്ത് ആധികാരത്തോടെ നിൽക്കുന്നത് വെച്ചാ ഈ വീഞ്ഞു കുടിച്ചതാ. പാനപാത്രം എടുത്തു. അയ്യോ, മൂന്നാമത്തെ രാത്രി പാനപാത്രം നിറഞ്ഞിട്ടേ പോകാവുള്ളെന്ന് ദൈവം ഒരു മെസ്സേജ് അയക്കുന്നതിന്റെ ഈ വീഞ്ഞ് കുടിച്ചു. സ്മിത്ത് വിഗൽസ്വർത്ത് കുടിച്ചു, ചാൾസ് ഫിനി കുടിച്ചു, കാത്രിൻ കുൾമൻ കുടിച്ചു.
ഓൾ റോബർട്ട്സ് കുടിച്ചു. Praise the Lord. ഇന്ന് രാത്രി കോർണർസ്റ്റോൺ ചർച്ച് പുതുവീഞ്ഞ്, യേശുവിന്റെ വീഞ്ഞ് കുടിക്കാൻ റെഡിയായിക്കോ. Praise the Lord. കാത്രിൻ കുൾമൻ ദൈവഹിത പ്രകാരമല്ലാതെ ഒരു കെട്ടിയൊരുത്തിനോട് ഓടിപ്പോയതാ. എന്നാൽ തിരിച്ചു കർത്താവിലേക്ക് വന്നിട്ട് പറഞ്ഞു, കർത്താവേ പുതുവീഞ്ഞിനാൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ പറ്റി, തെറ്റുകൾ പറ്റി, പക്ഷെ വീഞ്ഞിനാൽ നിറയ്ക്കണമേ. കാത്രിൻ കുൾമന്റെ മിനിസ്ട്രി അറിയാമോ? അത് കഴിഞ്ഞ് ആ വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞപ്പോൾ മാറി. നീ ആണായിരിക്കാം, പെണ്ണായിരിക്കാം, തെറ്റുകൾ പറ്റി കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മേശയുടെ അകത്ത് യേശുവിന്റെ രക്തം നിന്നെ സകല പാപത്തും കഴുകി മാറ്റുകയാണ്. എന്നാൽ ഇന്ന് പകൽ നീ പറയണം, ദൈവമേ പുതുവീഞ്ഞിനാൽ, പുതുവീഞ്ഞിനാൽ, ഹല്ലേലൂയ, എന്റെ പാനപാത്രം ഇതാ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെ പരാജയത്തിലല്ല, പുതുവീഞ്ഞിനാൽ എന്റെ ഫ്യൂച്ചറിനെ അങ്ങ് അനോയിന്റ് ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അടുത്ത് നിൽക്കുന്ന ആൾ തോറ വീഞ്ഞു കുടിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവസാന നാളുകളിൽ ഏറ്റവും നല്ലത് വെച്ചാക്കുന്ന മനസ്സിലായില്ല അല്ലേ? ഇവരൊക്കെ കുടിച്ചിട്ടുണ്ട്. പൗലോസ് കുടിച്ചിട്ടുണ്ട്, ബർന്നബാസ് കുടിച്ചിട്ടുണ്ട്, അപ്പോളോസ് കുടിച്ചിട്ടുണ്ട്, എപ്പാഫ്രോസ് കുടിച്ചിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാത്രിൻ കുൾമൻ കുടിച്ചിട്ടുണ്ട്. എന്നാൽ 2019 നമ്മൾ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ ഇതിന്റെ ഈ വീഞ്ഞിന്റെ ലഹരി, അതിന്റെ praise the Lord, hallelujah, amen, praise the Lord. അല്ലേ? ഇത് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിലാണ് ജീവിക്കുന്നത്. വീഞ്ഞ്, നല്ല വീഞ്ഞ് അവസാനത്തിന് വെച്ചിരിക്കുക. യേശുവിന്റെ വരവിന്റെ മുമ്പുള്ള സമയത്തിന് വെച്ചിരിക്കുക. Praise the Lord, hallelujah, glory unto the name of Jesus. പഴയ നിയമത്തിൽ ഈ വീഞ്ഞ് കുടിച്ച ഉള്ള മെസ്സേജിന്റെ ഇച്ചിരി ആയിട്ടുള്ളൂ. നിങ്ങൾ മടുത്തോ? പഴയ നിയമത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഈ വീഞ്ഞു കുടിച്ചു കഴിഞ്ഞപ്പോ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ. എന്നിട്ട് ഈ ചോദിക്കുക, ഈ സെറുബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മഹാപർവ്വതമേ, എന്തോട്ടെ ഇത് പർവ്വതം, ഈ സമന വീഞ്ഞു കുടിച്ചു കഴിഞ്ഞ വലിയ വിഷയങ്ങളൊക്കെ ഇതാ. ഇന്ന് രാത്രി നിന്റെ മുന്നിൽ എന്താണോ വലിയ വിഷയമായിട്ട് നിൽക്കുന്നത്, ഈ വീഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അത് സമനിലയായി പോകും. പ്രൈസ് ദി ലോർഡ്, അത് താന്നു പോകും. പ്രൈസ് ദി ലോർഡ്, ആ മല പോലെയുള്ള പ്രശ്നം പണ്ട് കള്ളു കുടിച്ചൊരുത്താൻ വഴി നിന്നിട്ട് മയിൽക്കുറ്റിയെ നോക്കിയിട്ട്, ആരാടാ നീ? മംഗലാവരോ? ആരാടാ എന്റെ വഴി തടസ്സപ്പെടുത്തിയത്? മംഗലാവരോ? നീ നമ്പർ കൊണ്ട് 250 മംഗലാവ് ആരടാ? ഒറ്റത്തൊഴി കുടിച്ചത് മനസ്സിലായോ? നമ്മൾ ഈ വീഞ്ഞു പാനപാത്രം ലിഫ്റ്റപ്പ് ചെയ്ത് കുടിച്ചാൽ നിന്റെ മുന്നിൽ വലിയ ഇഷ്യൂസ് ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ കൊച്ചായി പോകും. ചിലതിനൊക്കെ തട്ടിമാറ്റി കളഞ്ഞിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് രാത്രി മനസ്സിലായ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ജീസസ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റബാല റൈജാര റധുമന ബൗഡിയാനം ഹൈദവാനം. അതുകൊണ്ടല്ലേ പൗലോസും സൈലസൊക്കെ കാലാഗ്രഹത്തിൽ കിടക്കുമ്പോഴും, അയ്യോ വലിയ കാലാഗ്രഹമാണല്ലോ, പെട്ടുപോയല്ലോ, ഒന്നും ഓർത്തല്ല.
അവന് ലഹരിക്കാത്ത കൈയടിച്ച പാനപാത്രം ഉയർത്തുക, കൈയടിച്ച് ആരാധിച്ച് പ്രാർത്ഥന, ഇതിന്റെ ചെങ്ങല പൊട്ടി. ഇന്ന് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ചെങ്ങല പൊട്ടി, കാലാഗ്രഹങ്ങൾ തുറന്നു, ഇവന്മാര് പുറത്തു വന്നു, സ്നാന ശുശ്രൂഷ നടന്നു, ദൈവസഭ ആ ഒരു ഭവനത്തിൽ സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്നറിയാമോ? ഇവര് ലഹരിക്കാത്തായതാ, വീഞ്ഞു കുടിച്ചതാ, പാനപാത്രം ആരാധന ദൈവസനത്തിൽ ഉയർത്തിയതാ. Praise the Lord. Praise the Lord. Hallelujah. Amen. ഈ മോർച്ചറിക്കകത്ത് സാറിന് നിൽക്കുന്ന ആളുകൾ സാറിന് ഇച്ചിരി കുടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ മുറിക്കാനും വെട്ടാനൊക്കെ അവർക്കിത് ഇച്ചിരി കുടിച്ചാലേ ശരിയാവുള്ളൂ. അതുപോലെ നീ കുഴി വെട്ടുന്നവരെ കണ്ടുണ്ടോ ഈ കല്ലറക്കിയിലൊക്കെ? പല സമയത്തും ഈ അടക്കൊക്കെ നടത്താൻ വേണ്ടി പോകുമ്പോ അവിടെ കുഴി വെട്ടുന്നവർ പറയും, ഫാസ്റ്റർ ഇച്ചിരി അടിച്ചിട്ടുണ്ട്, ഇതൊന്നും അടിക്കാതെ ഇതൊന്നും വെട്ടിയതൊന്നും പൊക്കിയെടുത്തിടാനൊന്നും പറ്റിയില്ല ഫാസ്റ്റർ, ഇച്ചിരി അടിച്ചിട്ടുണ്ട്. ലോകത്തിൽ അടിക്കുന്നവരുണ്ട്. വിശ്വാസത്തോടെ ചില കുഴികളൊക്കെ കുഴിച്ച് കർത്താവിന്റെ വലിയ അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന കാണണമെങ്കിൽ ഇന്ന് രാത്രിയും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുതുവീഞ്ഞിനാൽ നിറഞ്ഞോ. ഇന്ന് കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് ഞാനും സണ്ണി പാസ്റ്ററും എല്ലാ ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും അടിക്കും. ഞങ്ങള് വീഞ്ഞേ ആഴ്ചയിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങള് അടിക്കും. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് മുറിയെ വാതിലടച്ച്, ആരും കാണാൻ പാടില്ലല്ലോ, പാസ്റ്റർമാരല്ലേ, വാതിലടച്ച് മുട്ടുമടക്കി ഉയർത്തി അന്യഭാഷയിൽ ആരാധിച്ച്, ആത്മാവിലങ്ങ് ആരാധിച്ച്, പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ വെട്ടണമെങ്കിലും പ്രൈസ് ദി ലോർഡ്, ചിലതൊക്കെ പ്രൈസ് ദി ലോർഡ് പണിയണമെങ്കിലും, ചിലതൊക്കെ ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ദൈവസഭയ്ക്ക് പാനപാത്രം നിറയുവാൻ, പാനപാത്രം നിറയുവാൻ. Praise God, hallelujah, glory unto the name of Jesus Christ. പാനപാത്രം നിറയുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കണം. വലിയ വിഷയങ്ങൾ ഉരുകിപ്പോ, വലിയ പിശാചുകൾ ഓടിപ്പോ. വലിയ രോഗബന്ധനങ്ങൾക്ക് അവിടെ അഴിഞ്ഞു പോകും. ഇന്ന് രാത്രി തന്നെ ചിലവരുടെ ശരീരത്തിലുള്ള ചില രോഗബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോട്ടെ, അഴിഞ്ഞു മാറിപ്പോട്ടെ. ഇന്ന് രാത്രി ഇതൊരു ലഹരിയാ, വീഞ്ഞൊരു ലഹരിയാ. ഇത് ബോധം പോവുകയല്ല, ബോധം വരികയാണ്. ഡിപ്രഷൻ മാറും. സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ മനസ്സൊക്കെ ഇച്ചിരി വേദനിച്ചിരിക്കുവാണെങ്കിൽ ഒരെണ്ണം ഒരു ചെറിയ കോൺട്രടിച്ചോളൻ അല്ലേ, ഇച്ചിരി വീഞ്ഞ് കുടിച്ചോളാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വീഞ്ഞല്ലേ ഇത്. മനസ്സൊക്കെ ഇടിഞ്ഞിരിക്കുവാണെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാമോ? നിന്റെ പാനപാത്രം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയിട്ട്, അല്ലാതെ ഒന്നും ശുശ്രൂഷിക്കാൻ പറ്റിയല്ല. ചെന്നായ്ക്കൾ കടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, ആടുകൾ കടിക്കുമ്പോൾ വലിയ വേദനയാ. നന്നായിട്ട് മെഡേ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഇത് കുടിച്ചിട്ട് വരാതിരിക്കാൻ പറ്റിയല്ല. Praise the Lord, glory unto the name of Jesus Christ. ഇന്ന് രാത്രിയും praise the Lord ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ലഹരി ഉള്ളതിനാൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. നിന്റെ പാനപാത്രം നീ ഉയർത്തിയാൽ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ വരും, നിന്റെ ഡിപ്രഷൻ അഴിഞ്ഞു മാറും. Praise the Lord, glory unto the name of Jesus. Praise God.
സമയത്രേ നീണ്ടുപോയെന്ന് അറിഞ്ഞുകൂടാ. മെസ്സേജിന്റെ പകുതി പോലും ആയില്ല. ജയാളിയായി നിൽക്കുവാൻ, ശക്തിയിൽ നിൽക്കുവാൻ ഈ 3 കാര്യം. വീര്യം കർത്താവ് തരുന്ന വീഞ്ഞിന് അവസാന നാളുകളിൽ വീര്യം കൂടും. പരിശുദ്ധാത്മാവിന്റെ റിവർ, അതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എസേക്കിയേൽ 47 വേദപുസ്തകം പഠിച്ചാക്കുന്നവർക്കറിയാം. ജീവനദി, പരിശുദ്ധാത്മാവിന്റെ നദിയെക്കുറിച്ച് പറയുന്നത് ആലയത്തിന്റെ അടിയിൽ നിന്നും തുള്ളികളായി വെള്ളത്തുള്ളികളായി ഇച്ചിരിയായിട്ട് പുറത്തേക്ക് വന്നു. കുറച്ചങ്ങ് ഒഴുകിയപ്പോൾ ഈ തുള്ളികൾ മാറി അതൊരു റിവറായി. കുറച്ചും കൂടെ താഴോട്ട് പോയി കഴിഞ്ഞപ്പം ഇതൊരു സമുദ്രമായി. ഈ അളവ് മാറുകയാണ്. ആലയത്തിന്റെ അകത്തുനിന്ന് ഇറങ്ങിയപ്പോ തുള്ളികളാണ്. കുറച്ചങ്ങോട്ട് ഒഴുകി കഴിഞ്ഞപ്പത്തിന് നദിയായി. കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് സമുദ്രമായി. മനസ്സിലാവുന്നുണ്ടോ? അവസാന നാളുകളിൽ ഉണർവെന്ന് പറയുന്നത് തുടക്കത്തെ കാലത്ത് ചെറിയ തുള്ളികളായിട്ടായിരിക്കും. ഏത് മിനിസ്ട്രിയും തുടങ്ങുന്നത് അങ്ങനെയാ, തുള്ളികളായിട്ടാ. ഏത് ബിസിനസ് തുടങ്ങുന്നത് അങ്ങനെയാ, തുള്ളികളായിട്ടാ. ഞങ്ങൾ 2-3 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അത്രേ ഉള്ളൂ. ആ തുള്ളികൾ ഒരു ചെറിയ നദിയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നദി ഇങ്ങനെ അങ്ങ് വന്നിട്ട് ഇത് സമുദ്രമാകാം. ഭംഗിക്കാരും കൈയടിക്കണ്ട. ആരാധിക്കുവാനായി ആത്മാവിൽ കൈയടിക്കുന്നുണ്ടെങ്കിൽ ആരാധിച്ചോണം. നിന്റെ ചെറിയ തുടക്കങ്ങളെ തുച്ഛീകരിക്കരുത്. തുള്ളികളായി തുടങ്ങിയതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു നദിയായി മാറിയിട്ട് അതൊരു സമുദ്രമായി മാറുന്ന കാലങ്ങളാണ് മുന്നിലുള്ളത്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. തുള്ളികളാ. ഏത് സഭയും ഏത് ചേർച്ചും ചെറുതായിട്ട് തുടങ്ങും. മേഘ ചേർച്ചായിട്ട് സ്വർഗത്തിൽ ഔട്ട് വീടുവൊന്നുമല്ല ചെയ്ത്. ബലഹീനമായ ആളുകളെ ഒരുമിച്ച് കൂടി കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. ദൈവം ആ തുള്ളികളെ ജീവനദിക്ക് ആ തുള്ളികളായി തുടങ്ങി, അത് നദിയായി മാറി. പ്രൈസ് ദി ലോർഡ്. തുള്ളികളായപ്പോ അധികം പേരൊന്നുമില്ല. നദിയായി കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് മീനുകൾ വരാൻ തുടങ്ങി. സമുദ്രമായപ്പത്തിന് സഹായിക്കാൻ വേണ്ടി കൂടെ ആളും വരാൻ തുടങ്ങി. നീ ബിസിനസ് തുടങ്ങുമ്പോൾ ആയിരിക്കാം, മിനിസ്ട്രി തുടങ്ങുമ്പോഴായിരിക്കാം, തുള്ളികളായി തുടങ്ങുമ്പോൾ ആരും കൂടെ കണ്ടില്ലെന്ന് വരും. എന്നാൽ ഇതിന് വ്യാപ്തി കൂടുമ്പോൾ, ഇതിന് ആഴം കൂടുമ്പോൾ, ഇത് ബ്രോഡൻ ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ വീര്യം കൂടുമ്പോൾ, ശക്തി കൂടുമ്പോൾ, ഗ്ലോറി അൺടു ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവം പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ റിലീസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ. വലകളായി മീൻ പിടിക്കുവാൻ ദൈവം ആളുകളെ അയച്ചു. സ്തോത്രം, സ്തോത്രം. അടുത്തേക്ക് നാളെ തുറ നമുക്ക് വ്യാപ്തി കൂടും. ചെറിയ സ്ഥലമായിട്ടൊന്നും ഇരിക്കില്ല ഇതൊക്കെ, അല്ലേ? വീണ്ടും വ്യാപ്തി കൂടും, വലിപ്പം കൂടും. ഇടുക്കിയില് ഉള്ള ഈ ചെറിയൊരു നീറുറവെന്ന വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ വന്ന് 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 ഒഴുകി 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 തുടങ്ങിയ സ്ഥലത്ത് ചെറുതാ, അല്ലേ? തുടക്കം ചേർച്ച് തുടങ്ങുമ്പോൾ ഓപ്പണിംഗ് പ്രയർ ഞാനാ, ആരാധന ഞാനാ, സോങ് ബുക്സ് കൊടുക്കുന്നത് ഞാന്, മെസ്സേജ് കൊടുക്കുന്നത് ഞാന്, അത് കഴിഞ്ഞിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഞാന്, ആശീർവാദം കൊടുക്കുന്നത് ഞാന്, പോയി കഴിയുമ്പോൾ സ്ഥലമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് ജനലൊക്കെ അടച്ച് പ്രൈസ് ദി ലോർഡ് പുസ്തകമൊക്കെ എടുത്തു വെക്കുന്നത് ഞാന്. എല്ലാം തുള്ളികളേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പത്തിന് വന്ന് അഡ്മിനിസ്ട്രേഷൻ ടീം വന്നു, പാസ്റ്ററൽ ടീം വന്നു, ഇവാഞ്ചലിസ്റ്റ് ടീം വന്നു, അഷേഴ്സ് വന്നു, ഇൻഡസ്ട്രേഴ്സ് വന്നു. അത് ചെറിയ Praise the Lord. Hallelujah. Glory and മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. വീര്യം കൂടും, വീര്യം കൂടും, വ്യാപ്തി കൂടും. Praise the Lord. പരിശുദ്ധാത്മാവിന്റെ നിറവ്, പാനപാത്രം പാനപാത്രം പാനപാത്രം.
നീ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, വീഞ്ഞ് 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 കുടിക്കാൻ, ലഹരിക്കാത്താകാൻ, ആത്മാവിലാകാൻ, ആത്മാവിലാകാൻ. A threefold cord is hard to break. എൻ്റെ തലയെ അഭിഷേകം ചെയ്യുന്നു, എൻ്റെ തലയ്ക്ക് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു, എനിക്കായി മേശ ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കായിട്ട് എൻ്റെ ശത്രുക്കളുടെ നടുവിൽ ദൈവം മേശ ഒരുക്കി വെച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി unto the name of Jesus. ഹല്ലേലൂയ. Amen. Praise the Lord. Praise the Lord. അളന്നോളാൻ പറഞ്ഞു ഈ റിവർ. ആയത്തെ അളക്ക് തന്നെ 1000 അടിയാ നോക്കുന്നത്. നമ്മളാണെങ്കിൽ ഒരു 2 അടിയോ 3 അടിയൊക്കെ അല്ലേ അടിയെന്നല്ല പറയുന്നത്. 1000 എല്ലാം ദൈവം തുടങ്ങുന്നൊക്കെ തന്നെ ആ ഒരു ലെവലിലാണ്. Praise the Lord. ഒരുവന് 1000 ഓടിക്കാനും പറ്റും, അങ്ങനെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്. ഒരുവനെ ഓടിക്കാൻ പറ്റുന്നല്ല, ഒരുവന് 1000 ഓടിക്കാൻ പറ്റും. 2 പേർക്ക് 10,000 ഓടിക്കും. അപ്പൊ നമ്മൾ ഒരുമിച്ചാണെങ്കിലോ? Praise the Lord. Amen. Praise the Lord. Hallelujah. 1000 ലെവലിലാ തുടങ്ങും. ദൈവം അനുഗ്രഹിച്ചാൽ, ദൈവത്തെ സേവിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നത് 1000 തലമുറകൾ. ശപിക്കപ്പെട്ടാലോ 4-ാം തലമുറ വരെ. ശ്രദ്ധിക്കുന്നുണ്ടോ? അനുഗ്രഹം എത്ര പറ. എന്റെ തലമുറകൾ 1000. അസൂയില്ലാത്തവർ പറ, എന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത് 1000 തലമുറകളെ. 1000 തലമുറകളെ ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട് 1000 തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. See, 1000-ന്റെ കണക്ക്, ദൂതന്മാരുടെ കണക്ക് വരുമ്പോ thousands and 10,000s എന്നാ പറയുന്നത്. 1000 വെച്ചാ തുടങ്ങുന്നത്. Praise the Lord. Hallelujah. ജീവൻ നദി സമുദ്രമാകും. വീഞ്ഞിന് വീര്യം കൂടും. ആദ്യത്തെ വീഞ്ഞല്ല അവസാനം തരുന്നത്. യേശു വരുന്നാൻ താമസിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് വീര്യം കൂടുക, ശക്തി കൂടുക, വളർച്ച കൂടുക, ബലം കൂടുക. പാനപാത്രം ഉയർത്തി പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ പ്രാപിച്ചോ. നിന്റെ ബിസിനസ് ആയിക്കോട്ടെ, കുടുംബജീവിതത്താകത്തോട്ടെ, നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ തിരിച്ചു വരട്ടെ, അനുഗ്രഹങ്ങൾ വന്ന് നിറയട്ടെ. റൈതാലം ഏൽപ്പിച്ചു കൊടുക്കേണ്ടവർ ഏൽപ്പിച്ചു കൊടുത്തു. ഗ്ലോറി unto the name of Jesus. Hallelujah. സ്തോത്രം. Praise the Lord. നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം കൂടെ പറയുന്നു. ഈ നദിയായി തുള്ളികളായി തുടങ്ങി നദിയായത് സമുദ്രത്തിലേക്ക് സമുദ്രമാവുള്ളൂ. ഒരു കൈത്തോടായി തിരിച്ചു പോവുകയല്ല. ദൈവത്തിന്റെ ആത്മാവ് തുടങ്ങിയ തുള്ളികൾ നദികളായി അത് സമുദ്രമായി തീരുകയുള്ളൂ. തിരിച്ചൊരു കൈത്തോടായി പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ തുടങ്ങിയത് ക്രിസ്തുവേശുവിന്റെ വീര്യത്തോടെയാണെങ്കിൽ, വീഞ്ഞിന്റെ ബലത്തോടെയാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടെയാണെങ്കിൽ, പ്രാർത്ഥനയിലാണെങ്കിൽ, ആരാധനയിലാണെങ്കിൽ തിരിഞ്ഞ് നീ കുറഞ്ഞു പോകുകയില്ല. നീ വർദ്ധിച്ചു വരികയുള്ളൂ. ശക്തിയിൽ നിന്നും ശക്തിയിലേക്കും, തേജസ്സിൽ നിന്നും തേജസ്സിലേക്കും, വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും വളർന്നു വരികയുള്ളൂ. Praise the Lord. Hallelujah. Amen. അടുത്തേക്ക് നാളെ കൈ കൊടുത്തിട്ടോ, നീ കൈത്തോടായി പോയില്ലെന്ന് പറ. Praise Lord. അങ്ങനെ പേടിക്കണ്ട. Praise the Lord. Hallelujah. Glory unto the name of Jesus. നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണെങ്കിൽ, നിന്നെ വളർത്തുന്നത് ദൈവമാണെങ്കിൽ, glory unto the name of Jesus Christ. Hallelujah. നീ തിരിച്ചു കുറഞ്ഞു പോകുകയില്ല, നീ ഡിമിനിഷ്ഡ് ആയി പോകുകയില്ല, നീ വർദ്ധിച്ചു വരികയുള്ളൂ. നിന്റെ പാനപാത്രം ഏൽപ്പിച്ചോണം, മേശയിൽ നിന്നും എടുത്തുകൊള്ളണം. Praise the Lord. Hallelujah. നിന്റെ തലയെ അഭിഷേകം ചെയ്യാൻ തല സമർപ്പിച്ചു കൊടുത്തോണം. Glory unto the name of Jesus. Hallelujah. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. അത് കഴിഞ്ഞ് ദൈവം നല്ല വീഞ്ഞിനാൽ നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കും ഒരുമിച്ച്. എന്നാൽ ഇന്ന് നിന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. A threefold cord is hard to break. What God has put together, let no man put asunder. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യനായി വേർതിരിക്കാതിരിക്കണം. ഈ നദിക്ക് വ്യാപ്തി കൂടുവാനും ബ്രോഡനാകാനും ഡെപ്ത് കൂടാനൊക്കെ കാരണമുണ്ട്. ചെറിയ ഉറവയിൽ നിന്നും വരുന്ന വെള്ളം ഒഴിച്ചു വരുമ്പോൾ ഇതിലും മൺകൂണ്, മണ്ണിൻ്റെ ഒരു തടസ്സം വരുമ്പോൾ ഇത് സൈഡിൽ കൂടെ ഒഴുകാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ അപ്പം വ്യാപ്തി കൂടും, ബ്രോഡൻ ഔട്ട് ചെയ്യും ഈ ചെറിയ നദി. കുറച്ചും കഴിയുമ്പോൾ ഈ വെള്ളം ഈ മണ്ണിൻ്റെ മുകളിൽ കൂടെ ഒഴുകാൻ തുടങ്ങും. നിന്റെ മണ്ണിൻ്റെ അവസ്ഥയെ ഓർത്തിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ആരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിരാശപ്പെടരുത്. നിന്റെ ശരീരം മണ്ണിൽ നിന്ന് മെനഞ്ഞതാണെങ്കിലും ദൈവം പറയണം, നിരാശപ്പെടരുത്. നീ സമർപ്പിച്ചു, അതിൻ്റെ മേൽ കൂടെ ഒഴുകുന്ന ഒരു അഭിഷേകം, അതിൻ്റെ മേൽ കൂടെ ഒഴുകുന്ന ഒരു ജീവനദി നിനക്കായി സ്വർഗം റിലീസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. Surrender to your Jesus tonight. കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ, യേശുവേ, അങ്ങ് ജീവനുള്ള ദൈവമാണ്. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടു. എൻ്റെ തെറ്റുകളും കുറവുകളും ബലഹീനതകളും എന്നോട് ക്ഷമിക്കണമേ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകണമേ. എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, എൻ്റെ ഉള്ളത്തെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. യേശുവേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനും കർത്താവുമായി വസിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞാൻ പിശാചിനെ ഉപേക്ഷിക്കുന്നു, ലോകത്തെ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ നാഥൻ. യേശുവേ, അങ്ങയുടെ രക്തത്തിലുള്ള യോഗ്യതയിൽ അങ്ങയുടെ മേശയുടെ മുന്നാകെ ഞാൻ വരികയാണ്. എൻ്റെ ശത്രുക്കളുടെ നടുവിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ മേശയ്ക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ ശരീരവും രക്തവും പാനം ചെയ്യുന്നവർ മരിക്കുകയില്ല, അവരിൽ നിത്യജീവനുണ്ടെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ ജീവൻ എൻ്റെ അകത്ത് തരുന്നതിനായി നന്ദി പറയുന്നു. Thank you, Jesus. Thank you, Lord. Lift your hands and praise the Lord for some time. Just thank Him tonight for some time. 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 Lift up your cup before Him, your cup of salvation, your cup of thanksgiving, your cup of worship. Lift it up before the Lord. Hallelujah. Lift up your cup before the Lord tonight. Lift up your cup of thanksgiving before the Lord. രക്ഷയുടെ പാനപാത്രം കർത്താവിന്റെ മുന്നാകെ ഉയർത്തി മഹത്വം കൊടുത്താട്ടെ, നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ മേശയിൽ നിന്നും പ്രാപിക്കുവാൻ ഹല്ലേലൂയ ജുഡമന കർത്താവിനെ സമർപ്പിച്ചാട്ടെ. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. We give you glory, Lord. Hallelujah. Thank you, Lord.